ഹായ് ഫ്രണ്ട്സ്, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം NH-66 വിശേഷങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ്. കടുത്ത വേനലായതിനാലാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ആ ഒരു വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലം തുടങ്ങുകയാണ്. കോഴിക്കോട് ബൈപ്പാസിൽ വളരെ വലിയ മാറ്റങ്ങൾ പ്രകടമാണ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള പുതിയ നിർമ്മാണ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ലെങ്ത് കൂടുന്നത് കൊണ്ട് വിവിധ ഭാഗങ്ങളായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ രാമനാട്ടുകര മുതൽ അറപ്പുഴ പാലം വരെയുള്ള നിർമ്മാണ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, കൂടെ ലൈക്കും നൽകുക. രാമനാട്ടുകര പാലത്തിൽ ഇപ്പോൾ പെയിന്റ് അടിക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ തെക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡ് മുതൽ മലപ്പുറം റീച്ച് തുടങ്ങുന്നത് വരെയുള്ള ഭാഗത്ത് ഏതാനും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. പാലത്തിൽ ഫുൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. NH-66 കേരളത്തിലുടനീളമുള്ള കളർ കോഡ് തന്നെയാണ് ഇവിടെയും പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പാലത്തിന്റെ താഴെ ഭാഗത്ത് മൊത്തം പെയിന്റ് അടിച്ചു കഴിഞ്ഞതാണ്. മേൽഭാഗത്ത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ പെയിന്റ് അടിക്കുന്നതിന് തടസ്സമുണ്ടാവുന്നുണ്ട്. രാമനാട്ടുകര കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ 6 വരി പൂർത്തിയായ ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങി വർക്കുകൾ ഏകദേശം തീർന്ന ഭാഗങ്ങളിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് താൽക്കാലികമായി കടക്കാൻ വേണ്ടിയുള്ള ഭാഗത്ത് സൈഡ് വാളുകൾ കെട്ടാനുണ്ട്. അവിടങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടില്ല. സൈഡ് വാളിന്റെ മേലെയാണ് സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റുകൾ വരുന്നത്. ഇപ്പോൾ ഐനിലം അണ്ടർപാസിന്റെ മേലെയാണ്. ഒരുപാട് സമയമെടുത്ത് വർക്ക് തീർത്ത ഈ ഒരു അണ്ടർപാസ് മേൽഭാഗത്തിന് ഒരു സൈഡ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്.
ഒരു സൈഡിൽ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. ആ സൈഡിലും ടാറിങ്ങിൻ്റെ വർക്കൊക്കെ തീർന്നതാണ്. ഇനി ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാത്രി കത്തുന്നുണ്ടോ? ഇവിടെത്തുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് മണ്ണിട്ട് വളരെ ഉയരത്തിൽ നിറച്ചാണ് ഈ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പ്രദേശത്തിൻ്റെ രണ്ട് സൈഡിലും പാടങ്ങളാണ്. അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹൈവേയുടെ വർക്കുകൾ എടുത്തിട്ടുള്ളത്. ഐനീലം കഴിഞ്ഞ ഉടനെ അറപ്പുഴ പാലമാണ്. ഇവിടെ ഗാൻഡ്രി ക്രെയിനൊക്കെ കൊണ്ടുവച്ച് സെറ്റാക്കിയിട്ട് കുറേ ആയെങ്കിലും ഗർഡറുകൾ ലോഞ്ച് ചെയ്യാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. മഴ പെയ്തത് കൊണ്ട് പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട്. ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചുള്ള വർക്കായതുകൊണ്ട് തന്നെ പുഴയിൽ എത്ര വെള്ളമുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടുത്തെ ഗർഡർ ലോഞ്ച് തുടങ്ങുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ വിവരം. പുഴയിൽ മണ്ണിട്ട് നികത്തി മാമ്പുഴ, പുറക്കാട്ടിരി പുഴ എന്നിവിടങ്ങളിലെ ഗർഡർ ലോഞ്ചിങ് നേരത്തെ കഴിഞ്ഞതാണ്. ആകെ 4 പുഴപ്പാലങ്ങളാണ് ബൈപ്പാസിലുള്ളത്. അറപ്പുഴയും കോരപ്പുഴയുമാണ് ഇതിൽ വലിയ പുഴകൾ. ഇതിൽ ആയം കൂടിയ പുഴ അറപ്പുഴ ആണ്. ഇവിടുത്തെ പൈലിംഗൊക്കെ വളരെ പ്രയാസകരമായിരുന്നു. ആയം കുറവാണെങ്കിലും നീളത്തിൽ കോരപ്പുഴയാണ് മുന്നിൽ. ഈ 4 പുഴകളിലും 2 സൈഡിലും ആദ്യഘട്ടത്തിൽ ഒരു സൈഡിൽ മാത്രമാണ് പാലം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ബൈപ്പാസിൽ പുഴകൾക്ക് മുകളിലൂടെയുള്ള യാത്ര 6 വരി അല്ലാതെയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോ വരും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായി ഒന്ന് തിരുത്തി തരിക.